നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 45. ഒരു മതമന്യനു നിന്യമൊന്നിലോതും കരുവപരന്റെ കണക്കിനൂനമാകും. ധരയിലിതിൻ്റെ രഹസ്യമൊന്നു താനെന്ന് അറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം. മനുഷ്യനായി ജനിച്ചാൽ അവന് സ്വന്തമായി ഒരു മതമുണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും അറിഞ്ഞോ അറിയാതെയോ നാം എല്ലാം ഏതെങ്കിലും ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ട്. അത് ഹിന്ദു മതമോ ക്രിസ്തു മതമോ ബുദ്ധമതമോ ഇസ്ലാമോ ഒന്നും ആയിരിക്കണമെന്നില്ല, ആയിരിക്കുകയും ചെയ്യാം. ചില കാര്യങ്ങളിലുള്ള വിശ്വാസമോ നിർബന്ധമോ മനസ്സിലേക്ക് ആദ്യമായി ഇഴഞ്ഞു കയറി വന്നതെങ്ങനെയെന്ന് പലപ്പോഴും നാം അറിയുന്നതേയില്ല. പിന്നീട് അത് നമ്മുടെ വസ്ത്രധാരണത്തിൽ, ആഹാര കാര്യങ്ങളിൽ, പെരുമാറ്റത്തിൽ, ഈശ്വരവിശ്വാസത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, സംസാരത്തിൽ, ചിന്തയിൽ, ജീവിത ലക്ഷ്യത്തിൽ, ഇങ്ങനെ പലതിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നതായി നാം മനസ്സിലാക്കുന്നു. കാര്യം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മിൽ പലരും നിർബന്ധ ബുദ്ധികളാണ്. താൻ വിശ്വസിക്കുന്നത് തന്നെ തൻ്റെ ബന്ധുക്കളും സ്നേഹിതരും അയൽക്കാരും വിശ്വസിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവർ കുറവല്ല. ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, മുസ്ലിങ്ങൾ, വൈഷ്ണവർ, ശൈവന്മാർ, സിഖുകാർ, യുക്തിവാദികൾ, കമ്മ്യൂണിസ്റ്റുകൾ മുതലായവർ അവരുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആ ബാലമനസ്സുകളെ നിറം പിടിപ്പിക്കുന്നു. വിശ്വാസികളുടെ മതത്തെ പോലെ രൂക്ഷമാണ് അവിശ്വാസികളുടെ മതവും. കുട്ടിക്കാലത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കാൻ മിക്ക കുട്ടികൾക്കും കഴിയാത്തതുകൊണ്ട് കുട്ടികൾ കേട്ടു പഠിച്ചതുപോലെ പാടിത്തുടങ്ങും, പറഞ്ഞു കൊടുത്തതുപോലെ പെരുമാറുകയും ചെയ്യും. അങ്ങനെ അവരുടെ മനസ്സും വളഞ്ഞിരുന്ന് വിളഞ്ഞു പോകുന്നു. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വളവ് നിവർക്കാൻ പ്രയാസം തന്നെ. ഓരോരുത്തർക്കും കുട്ടിക്കാലം മുതൽ സുഖവും സന്തോഷവും നൽകുന്നതായി എണ്ണിപ്പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളും ധാരണകളും ഏവരുടെയും വിശ്വാസങ്ങളെയും ജീവിത മൂല്യങ്ങളെയും അളക്കുവാനുള്ള മാനദണ്ഡങ്ങളായി പലരും എണ്ണിപ്പോരുന്നു. ഒരു കുളത്തിൽ മത്സ്യങ്ങളോടൊപ്പം നീന്തി നടക്കുന്ന ഒരു ആമ ഒരു ദിവസം കരയ്ക്കു കയറി കുറച്ചു നേരം നടന്നിട്ട് മടങ്ങിച്ചെന്ന് കുളത്തിലെ മത്സ്യങ്ങളോട് ഞാൻ കരക്ക് നടക്കാൻ പോയി എന്നു പറഞ്ഞാൽ മത്സ്യങ്ങൾ വിചാരിക്കും ആമ കുറേ സമയം കരയ്ക്കു നീന്താൻ പോയി എന്ന്. നമ്മുടെ നിറം പിടിച്ച കണ്ണാടിയിൽ കൂടി മാത്രമേ നാം മറ്റുള്ളവരെ വിലയിരുത്തുകയുള്ളൂ. മാനസ സരോവരത്തിൽ താമരത്തേൻ കുടിച്ചും പൂമ്പൊടിയുണ്ടും ജീവിച്ചിരുന്ന ഒരു ഹംസം ഒരിക്കൽ നാട്ടിൻ പുറത്തുള്ള ഒരു പൊട്ടക്കുളത്തിൽ വരികയുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൊറ്റികൾ അഥവാ കൊക്കുകൾ അടുത്തുകൂടി ദേവലോകത്തിലെ സുഖ സൗകര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു. ഹംസം പറഞ്ഞതൊന്നും കൊറ്റികൾക്ക് അത്ര വലിയ കാര്യമായി തോന്നിയില്ല. അതിലൊരു കൊറ്റി അക്ഷമനായി ചോദിച്ചു, ആകട്ടെ അവിടെ നത്തയ്ക്കയുണ്ടോ? ഈ മാതിരി അജ്ഞതയും അക്ഷമയും മിക്ക മതവിശ്വാസികളിലും യുക്തിവാദികൾ എന്ന് അഭിമാനിക്കുന്നവരിലും കാണാം. മതങ്ങളുടെയെല്ലാം അടിസ്ഥാനപരമായ മാനദണ്ഡം സുഖാനുഭൂതി എന്ന ഒരേയൊരു തത്വം തന്നെയാണെന്ന് അറിയുന്നതുവരെ സ്പർദ്ധയും കലഹങ്ങളും തുടർന്നുകൊണ്ടു തന്നെയിരിക്കും. ഗുരു ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് ധരയിലിതിൻ്റെ രഹസ്യം ഒന്നു താനെന്നറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ധരിക്കുന്നത്, അതായത് ധാരണം ചെയ്യുന്നതാണ് ധര. അതുപോലെ ധർമ്മം എന്ന് പറയുന്നതും കർമ്മോന്മുഖമായ ഒരു സത്യത്തെ ധാരണം ചെയ്യുന്ന ഗതീയതയെയാണ്. നേരത്തെ പറഞ്ഞ വിഷമയായ ഇത്
ഈ വിഷയത്തിലും സംഗതമായി വരുന്നുണ്ട്. ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഏകത്വ ബുദ്ധി കൊണ്ട് മാത്രം അറിയുവാൻ കഴിയുന്ന നിരതിശയമായ ആനന്ദം തന്നെയാണ്. ധർമ്മങ്ങൾക്കെല്ലാം ആനന്ദമാണ് അടിസ്ഥാനം. എല്ലാ തരത്തിലുള്ള സുഖങ്ങളും മോദങ്ങളും പ്രമോദങ്ങളും ഒരേ ആനന്ദത്തിൻ്റെ ഭാവാന്തരങ്ങളാണ്. ഈ രഹസ്യം അറിയുന്നതുവരെ ഭ്രമബുദ്ധി വിട്ടുപോവുകയില്ല. ഓ